ഇന്ന് ഒരു ബി.ജെ.പി. കൗൺസിലർ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അല്ലേ തിരുവനന്തപുരത്ത്? അതെ, അതായത് മൊത്തം ബി.ജെ.പി. നേതാക്കളെയൊക്കെ വെട്ടിലാക്കുന്ന ഒരു രീതിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അദ്ദേഹം 6 കോടി രൂപയുടെ ഒരു ബാധ്യത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതായത് പല പ്രാവശ്യം ഈ നേതൃത്വത്തെ അറിയിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ടൂർ ഫാം സൊസൈറ്റി അതിനുവേണ്ടി എടുത്തതായിരുന്നു ഈ പൈസ. പക്ഷേ നേതൃത്വം അതിൽ നിന്ന് പൂർണ്ണമായും കൈയൊഴുകിയായിരുന്നു. അത് അനിൽകുമാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു ആ ഒരു സൊസൈറ്റി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കടബാധ്യതയൊക്കെ വന്നപ്പോൾ അനിൽകുമാറിനെ ഒറ്റപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഈ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറുമായി അദ്ദേഹം ഫോണിൽ സംസാരിച്ചിരുന്നു. പക്ഷെ അപ്പോഴൊന്നും വേണ്ട രീതിയിലൊരു ഉത്തരം അദ്ദേഹത്തിന് ലഭിച്ചില്ല. അതിൽ മനംനൊന്താണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ഈ പ്രതിസന്ധി വന്ന സമയത്ത് ബി.ജെ.പി. നേതൃത്വം ആരും സഹായിച്ചില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നുമുണ്ട്. സഹായം അഭ്യർത്ഥിച്ച് അനിൽ തന്നെ കണ്ടതായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പിന്നാലെ രാജീവ് ചന്ദ്രശേഖർ ഈ അനിലിന്റെ മരണത്തിൽ ഒരു ഫേസ്ബുക്ക് കുറിപ്പൊക്കെ ഇട്ടിരുന്നു, അനുശോചനം രേഖപ്പെടുത്തി. പക്ഷെ അതിനടിയിൽ ബി.ജെ.പി. അണികൾ തന്നെ രാജീവ് ചന്ദ്രശേഖറിനെതിരെ വലിയ രീതിയിൽ വിമർശനവുമായി രംഗത്ത് വരികയാണ്. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ കന്യാസ്ത്രീകളുടെ അടുത്ത് പോയി അവിടെ രാഷ്ട്രീയ നാടകം കളിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ഒരു വ്യക്തിക്ക് എന്തുകൊണ്ടാണ് സ്വന്തം പാർട്ടിയിലുള്ള ഒരു പ്രവർത്തകന്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റാതിരുന്നത്? എന്തുകൊണ്ടാണ് സംരക്ഷിക്കാതിരുന്നത്? ഇത് ഉന്നയിക്കുന്നത് നമ്മളോ അല്ലെങ്കിൽ മറ്റാരുമല്ല, ഈ ബി.ജെ.പിയെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ബി.ജെ.പി. എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന അവരുടെ അണികൾ തന്നെയാണ്. നമുക്ക് റിപ്പോർട്ട് കാണാം. ഇന്ന് രാവിലെ 10:30യോടെയാണ് തിരുമലാനിലിനെ ഓഫീസിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുറിയിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തി. തിരുമലാനിൽ നേതൃത്വം നൽകുന്ന വലിയ ശാലയിൽ പ്രവർത്തിക്കുന്ന ഫാം ടൂർ സൊസൈറ്റിക്ക് 6 കോടിയോളം രൂപയുടെ സാമ്പത്തിക ബാധ്യതയുണ്ട്. വിഷയത്തിൽ പാർട്ടി തന്നെ സഹായിച്ചില്ലെന്നും ഒറ്റപ്പെടുത്തിയെന്നും താനും കുടുംബവും 1 രൂപ പോലും എടുത്തിട്ടില്ലെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. സംഭവത്തിൽ ഉയർന്നുവരുന്ന ആരോപണങ്ങളിൽ അന്വേഷണമുണ്ടാകുമെന്ന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കി. എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത്, നമുക്ക് വിശദമായ വിവരങ്ങളൊക്കെ കിട്ടി. എന്താണെന്ന് അതിനെപ്പറ്റിയുള്ള അഭിപ്രായമൊക്കെ ഇതിന് ശേഷം പറയാം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം സഹപ്രവർത്തകരോടൊപ്പം പൂർണ്ണമായി ഞങ്ങളെല്ലാവരും ഉണ്ട്. അങ്ങനെ ഒരു സംസാരം ഉണ്ടായിരുന്നു എന്ന് ശ്രദ്ധയിലുണ്ട്. പലപ്പോഴും നമ്മൾ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അത് അസുഖത്തെ കൂടി നീക്കുന്ന അദ്ദേഹം പണ്ടത്തേനേക്കാൾ അദ്ദേഹം ആരോഗ്യപരമായി കൂടി ക്ഷീണിച്ചതാണ് നമ്മൾ കൂടുതൽ ഗൗരവമായി എടുത്തിരുന്നത്. സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ ബി.ജെ.പി. പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടു. വനിതാ മാധ്യമപ്രവർത്തകർക്ക് നേരെയടക്കം അധിക്ഷേപ പരാമർശം നടത്തുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. ക്യാമറയും മൈക്കുകളും നശിപ്പിക്കുകയും ചെയ്തു. അതേസമയം തിരുമലാനിലിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ വിമർശനവുമായി ബി.ജെ.പി. പ്രവർത്തകർ രംഗത്തു വന്നു. 2 ദിവസം മുൻപ് തിരുമലാനിലിനെ കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത്. ഇത് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ ശരിവെക്കുന്നതാണ്. കന്യാസ്ത്രീകളെ രക്ഷിക്കാൻ സമയമുള്ള പ്രസിഡന്റിന് അണികളുടെ കാര്യങ്ങൾ നോക്കാൻ സമയമില്ലെന്നാണ് പ്രവർത്തകരുടെ വിമർശനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.